ഹലോ എവരിവൺ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് കേട്ടോ. ഇന്ന് തൃശ്ശൂർ ഫുൾ ഒന്ന് ചുറ്റിക്കറങ്ങാനുള്ള പ്ലാനാണ്. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് പുത്തമ്പള്ളി. പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. അകത്തുനിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഒരുപാട് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം പുറത്തിറങ്ങി നമ്മൾ പോകുന്നത് ബൈബിൾ ടവറിലേക്കാണ് കേട്ടോ. ട്യൂസ്ഡേ മുതൽ സൺഡേ വരെയാണ് വിസിറ്റിംഗ് ഡേയ്സ്. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത് കേട്ടോ. ഞങ്ങൾ ലിഫ്റ്റ് വഴിയാണ് മേലേക്ക് കയറിയത്. ഇങ്ങനെ ജനാലയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ സിറ്റിയുടെ എൻ്റയർ ഒരു വ്യൂ തന്നെ കിട്ടും. ഒരുപാട് ബൈബിളിൻ്റെ കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു. ഈ പോയിന്റിൽ നിന്ന് നോക്കിയാൽ വടക്കുന്നാഥൻ ക്ഷേത്രം കാണാൻ കഴിയും. ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഇതുപോലെ കാണാൻ പറ്റി. ഓരോ നിലകളിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം നമ്മൾ പുറത്തിറങ്ങി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അടുത്തുള്ളൊരു കടയിൽ കയറി. ഇവിടുന്ന് ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയായി. ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലെത്തി. തൃശ്ശൂർ മ്യൂസിയം. ഒരാൾക്ക് 35 റുപ്പീസാണ് ചാർജ് വരുന്നത്. പിന്നെ ഫോൺ ക്യാമറ യൂസ് ചെയ്യാൻ അഡീഷണൽ ഒരു 10 റുപ്പീസും കൂടെ ആവുന്നുണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. വീഡിയോ എടുക്കാനും ഫോട്ടോ ഒക്കെ എടുക്കാനും പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ്. പുറത്തൊക്കെ ചുറ്റിക്കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പാലസിൻ്റെ അകത്തേക്ക് കയറി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ മ്യൂസിയത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് കിട്ടിയ കുറേ ഫൈൻഡിങ്സ് ഒക്കെ നമ്മുടെ ഈ മ്യൂസിയത്തിലും പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് രാജാക്കന്മാർ ചെസ്സ് കളിച്ചിരുന്ന ചെസ് ബോർഡാണിത്. ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയി വന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണിത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. സമയം ഏതാണ്ട് ഉച്ചയായി. വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും. അപ്പോൾ നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങി ഹൗമിങ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. സാധാരണ എപ്പോൾ പുറത്ത് പോയാലും ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ട്രൈ ചെയ്യാറ്. ഡിഫറെൻ്റ് ആയിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇത്തവണ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചൈനീസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ കൂട്ടത്തിൽ ഒരാൾ കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത ചോപ്സി വന്നു. പിന്നെ ഒരു വെജ് ഫ്രൈഡ് റൈസും ചിക്കൻ ഷേസ്വാൻ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു, പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു ചില്ലി മഷ്റൂമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അടുത്തുള്ള ബസ് സ്റ്റോപ്പ് തപ്പി നമ്മൾ നടക്കാൻ തുടങ്ങി. ബസ് കയറി നമ്മൾ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ നിന്ന് വാടാനപ്പള്ളിക്കുള്ള ബസ് കയറി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എങ്ങോട്ടാണെന്ന്. ബീച്ചിലേക്കാണ് നമ്മൾ പോയത്. വാടാനപ്പള്ളി ബീച്ച്. നട്ടുച്ചയ്ക്ക് ബീച്ചിലേക്ക് ഞങ്ങൾ മാത്രമായിരിക്കും പോയി കാണുള്ളൂ. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നത്. ഈ കുട ചൂടി നടക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അവിടെ ഇങ്ങനത്തെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു.
കൂടെയുള്ള എല്ലാവരും ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. ഞാൻ മാത്രം ചായയാണ് പറഞ്ഞത്. എല്ലാവരുടെയും ഐസ്ക്രീം വന്നപ്പോഴും എൻ്റെ ചായ മാത്രം വന്നില്ല. മണിക്കൂർ കണക്കിന് ഇരുന്നിട്ടാണ് എനിക്ക് അവസാനം ഒരു ചായ കിട്ടിയത്. പിന്നെ ഇങ്ങനത്തെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവസാനം വെയിലൊക്കെ ഒന്ന് അടങ്ങിയൊരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി. പിന്നെ ഇതേ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങി. ഈവനിങ് ബീച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, സൺസെറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ബസ്സൊക്കെ കയറി നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് യാത്രയായി. ആക്ച്വലി ഇന്നത്തെ ഡേ നല്ലതായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.